നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ബംഗ്ലാദേശിലെ തീവ്രവാദിയായ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഇപ്പോൾ ഹീറോ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ജിഹാദികളുടെയും ഒക്കെ ഹീറോ ആയ ഒസ്മാൻ ഹാദി. ഈ ഒസ്മാൻ ഹാദി കൊല്ലപ്പെട്ടത്, ഈ ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ മീഡിയ വൺ വലിയ ദുഃഖം രേഖപ്പെടുത്തിയതായും കേരളത്തിലെ വാർത്താ ചാനലായ മീഡിയ വൺ ഒസ്മാൻ ഹാദിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് വാർത്ത നൽകിയതായും നമ്മൾ പല ഇടങ്ങളിലും വായിച്ചു. മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടും നമ്മൾ കണ്ടതാണ്. അതായത് ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു യുവാവ്, ആ യുവാവിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് പതിനായിരങ്ങൾ പങ്കെടുത്തുവെന്നും ഇങ്ങനെ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മയ്യത്ത് നമസ്കാരമായി മാറിയെന്നും ബംഗ്ലാദേശികളുടെ ഹീറോ ആയി ഒസ്മാൻ ഹാദി മാറുകയാണ് എന്നുമൊക്കെയാണ് മീഡിയ വൺ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇതിൽ വലിയ അത്ഭുതമാണ് പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനാണ് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ടുകൾ നൽകുന്നത്? ഇത് പലരും ഞെട്ടൽ രേഖപ്പെടുത്തിയതാണ്, ഇത് പലരും അത്ഭുതപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. കാരണം ഒസ്മാൻ ഹാദി ചെയ്തത് എന്താണ്? ഒസ്മാൻ ഹാദി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉപകരണമാണ്. ഇയാൾക്ക് അവിടെ ഒരു പ്രത്യേക സംഘടനയുടെ പേര് നൽകി ആ സംഘടനയുടെ തലപ്പത്തൊക്കെ ഇയാൾ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉപകരണമാണ്. ഇയാൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഇയാൾ പറയുന്നത് ഇന്ത്യയെ 4-5 കഷ്ണങ്ങളാക്കുമെന്നാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഞങ്ങളിങ്ങി പിടിക്കാൻ പോകുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ബീഹാറും പശ്ചിമ ബംഗാളും അതുപോലെ തന്നെ ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങൾ പിടിച്ച് ബംഗ്ലാദേശിനോടൊപ്പം കൂട്ടിച്ചേർക്കും. പഞ്ചാബ്, ഹരിയാന, ദില്ലി, ജമ്മു കാശ്മീർ ഇതെല്ലാം പിടിച്ചെടുത്ത് പാകിസ്ഥാന് കൊടുക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമേ ഇന്ത്യക്ക് കയ്യിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഒസ്മാൻ ഹാദി പറഞ്ഞത്. ഒസ്മാൻ ഹാദി ഫേസ്ബുക്കിൽ പങ്കുവച്ച, മരണത്തിന് തൊട്ട് മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ ഫോട്ടോയിലുള്ള ഭാരതത്തിൻ്റെ മാപ്പ് നോക്കുക. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടുമൊക്കെ ഇയാൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ ദക്ഷിണ ഇന്ത്യയെ മുഴുവൻ പച്ചയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലും ഇവരുടെ ഓപ്പറേഷൻ ഉണ്ട് എന്നാണ് ഒസ്മാൻ ഹാദി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒസ്മാൻ ഹാദി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നേ അർത്ഥമുള്ളൂ. എന്താണ് ജമാഅത്തെ ഇസ്ലാമി? ബംഗ്ലാദേശിൽ നിരോധിക്കപ്പെട്ടിരുന്ന ഒരു സംഘടനയാണ്. ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിലാകണം എന്നാഗ്രഹിക്കുന്ന സംഘടനയാണ്. ആ സംഘടന ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ജിഹാദ് വൽക്കരിക്കുക, ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം. ഇങ്ങനെ പല രാജ്യങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അവിടങ്ങളിലെല്ലാം അവരുടെ നയം അതത് രാജ്യങ്ങളെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം ചാനലാണ് മീഡിയ വൺ. ബംഗ്ലാദേശിൽ അവരുടെ അജണ്ട എന്താണോ അതേ അജണ്ട തന്നെയാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്കും. അതേ അജണ്ടയല്ലേ ജമാഅത്തെ ഇസ്ലാമി പണം മുടക്കി നടത്തുന്ന മീഡിയ വണ്ണും കാണിക്കുകയുള്ളൂ. അതിലപ്പുറം മറ്റെന്തെങ്കിലും കാണിക്കാൻ മീഡിയ വണ്ണിന് സാധിക്കുമോ? അതുകൊണ്ട് തന്നെ മീഡിയ വൺ ഒസ്മാൻ ഹാദിയെ മഹത്വവൽക്കരിച്ചില്ലെങ്കിലാണ് അത്ഭുതമുള്ളത്. ഇങ്ങനെ മഹത്വവൽക്കരിച്ചത് ഒരു അത്ഭുതമേ അല്ല. സ്വാഭാവികമായി മീഡിയ വണ്ണിൽ നിന്നും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതാണ്. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ല ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാനിലെ ജമാഅത്തെ അല്ല ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ സമർത്ഥിക്കുന്നവരാണ് ഇനി ആത്മപരിശോധന നടത്തേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം എന്ന് പറഞ്ഞ് വിഘടനവാദവും തീവ്രവാദവും കൊലയും കൊള്ളിവെപ്പും നടത്താൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ നടത്തുന്ന, അങ്ങനെ പലയിടത്തും വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു ഭാഗമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടന അത് വിഘടനവാദ സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്. അതേ തീവ്രവാദ സംഘടനയ്ക്ക് ഇന്ത്യയിലും പ്രവർത്തിക്കാൻ പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകുന്നതിലാണ് അത്ഭുതമുള്ളത്. അവർക്ക് ആ സ്വാതന്ത്ര്യം നൽകിയതിനു ശേഷം അവരെടുക്കുന്ന രാഷ്ട്രീയ അന്തർദേശീയ നിലപാടുകളിൽ നമ്മൾ അത്ഭുതം കൊണ്ടിട്ട് കാര്യമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.